എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കുറേ നാളായാലും ഒരു വീഡിയോ ചെയ്തിട്ട്, ജസ്റ്റ് ഒരു ലഞ്ച് പ്രിപ്പറേഷൻ വീഡിയോ ഇത്. അടുക്കളയൊക്കെ വൃത്തിയാക്കി, ഇനി പതുക്കെ പണി തുടങ്ങാം. ഇന്ന് അയില വറക്കാനാണ് പ്ലാൻ. അപ്പോൾ അതിനുള്ള പണിയായി ചെയ്യുന്നത്. നന്നായിട്ട് വരഞ്ഞു കൊടുക്കുക എല്ലായിടത്തും. ഇന്നങ്ങനെ ഒരുപാട് കറിയൊന്നും വെക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അയില വറക്കണം, പിന്നെ ഇച്ചിരി പയർ കറി, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ, ഇത്രയൊക്കെ തന്നെ മനസ്സിലുള്ളൂ. കുളിക്കണതിന് മുമ്പ് ചെയ്തു വെക്കേണ്ടതായിരുന്നു ഇത്, പക്ഷെ എന്തോ മറന്നുപോയി. അത് കാരണം കുളിച്ച് കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏപ്രണൊക്കെ ഇട്ട് കഷ്ടപ്പെട്ടിരുന്ന് ചെയ്യുകയാണ്. എല്ലാ ദിവസവും എന്തായാലും മീനുണ്ടാവും. അത് കാരണം നല്ലോണം വൃത്തിയാക്കി വെള്ളത്തിൽ ഫ്രീസ് ചെയ്ത് മീൻ ഞാൻ സ്റ്റോർ ചെയ്ത് വെക്കും ഫ്രിഡ്ജിൽ. ഇപ്പോൾ ഐസൊക്കെ മെൽറ്റായി കഴിഞ്ഞതിന് ശേഷം എടുത്ത് വരച്ച് കൊടുക്കുന്നതാണ്. അപ്പോൾ ഓൾറെഡി വൃത്തിയാക്കിയതാണ് ഇതൊക്കെ. മീനൊക്കെ ഇപ്പം നല്ല ടേസ്റ്റുമാണ്, അതേപോലെ തന്നെ വിലയാണ്. കുറേ നാളായില്ലേ നമ്മളൊരു വീഡിയോ ചെയ്തിട്ട്, നല്ല തിരക്കിലായി. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് ഒരു ഇൻട്രസ്റ്റ് തോന്നിയത് വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ കാണാത്തവരാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പോൾ നമുക്ക് ഫിഷ് ഫ്രൈക്ക് വേണ്ട മസാല തയ്യാറാക്കാം. 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇടുവാണ്. നല്ല സ്പൈസി ആയിട്ട് മീൻ വറുക്കാനാണ് ഇഷ്ടം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഞാൻ കുറച്ച് ഭാഗം ഷൂട്ട് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ ജിഞ്ചർ ഗാർലിക് പേസ്റ്റും കൂടി ആഡ് ചെയ്തിട്ടുണ്ട് ഇച്ചിരി. ആവശ്യത്തിന് ഉപ്പ്, ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചിട്ട് മിക്സ് ചെയ്യാം. കാണാൻ പറ്റും. നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ ഇച്ചിരി ആവശ്യത്തിന് ആ ഒരു കൺസിസ്റ്റൻസി കിട്ടാൻ വെള്ളം കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. മീനേക്കായും കൂടുതൽ മസാല എൻ്റെ കയ്യിലാണെന്ന് തോന്നുന്നു. Ready? I'm gonna wash my hands. സോ ഇനി എനിക്ക് പണി, ഞാൻ ഒരു ബീറ്റ്റൂട്ട് തോരൻ ഉണ്ടാക്കും. പിന്നെ പയർ ജസ്റ്റ് ഒരു കറി പോലെ. പിന്നെ തൽക്കാലം ഇത്രയും മതിയില്ലേ. ഇതാണ് എൻ്റെ പ്ലാൻ ഇന്നത്തെ. അപ്പം നമുക്ക് അരി ഇട്ടാലോ. ഞാൻ ഫുൾ സ്പൂൺ ഇട്ടില്ല കേട്ടോ, ഒത്തിരി ഇട്ടില്ല. ഈ ടൈം കൊണ്ട് കുറച്ച് പൊമഗ്രാനൈറ്റ് കഴിക്കാൻ വിചാരിച്ചു.
മൂടി പൊളിച്ച് കിടന്നുറങ്ങാൻ പറ്റുന്ന ക്ലൈമറ്റ്, മഴയും. ഞാൻ മിക്കവാറും എയർ ഫ്രയറിലാണ് മീൻ വറുക്കാറ്. പക്ഷേ ഇന്ന് ഞാൻ വിചാരിച്ചു വീഡിയോ ഒക്കെ എടുക്കുന്നത് കൊണ്ട് നല്ല ഭംഗിക്ക് ഇരിക്കാനായിട്ട് പാനിൽ വറുക്കാമെന്ന്. അപ്പം അങ്ങനെയാണ് ഏറ്റവും കുറവ് ഓയിൽ ഉപയോഗിച്ച് വറുക്കാനാണ് ഞാൻ എപ്പോഴും ശ്രമിക്കുക. എല്ലാം കറക്റ്റ് സമയത്ത് ചെയ്യാൻ പറ്റുമ്പോൾ ഇതുപോലൊരു നല്ല സന്തോഷവും സാറ്റിസ്ഫാക്ഷനുമാണ്. ചേട്ടന് നല്ല മസാലയൊക്കെ ഉള്ള മീൻ വറുത്തതാണ് ഇഷ്ടം. അപ്പം ഞാൻ ചേട്ടന് ഇഷ്ടമുള്ള രീതിയിലാണ് ഞാൻ മീൻ വറുക്കണത്. പിന്നെ ചേട്ടനൊരു 1:30 ഒക്കെ ആകുമ്പോൾ ലഞ്ച് കഴിക്കാൻ വരും. അപ്പോൾ ആ ഒരു രീതിയിൽ കണ്ടിട്ടാണ് ഞാൻ എല്ലാ പരിപാടിയും ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അയില മറിച്ചിടാം. മറിച്ചിടണ ഒരു കഷ്ടപ്പാടിൻ്റെ ഫേസാണ് ഈ കാണുന്നത്. പൊട്ടാണ്ടൊക്കെ ഞാൻ നല്ല വൃത്തിക്ക് മറിച്ചിടാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഞാൻ ക്യാമറേൻ്റെ കാര്യം ശ്രദ്ധിക്കുന്നില്ല. എൻ്റെ ചേട്ടന് അതിൻ്റെ മുകളിൽ ഇത്തിരി സവാള കുനുകുനാന്ന് അരിഞ്ഞിടുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ഞാൻ അതുപോലെ ചേട്ടന് ഇഷ്ടമുള്ള രീതിയിൽ ഞാൻ സവാള ഇങ്ങനെ കട്ട് ചെയ്ത് അതിൻ്റെ മുകളിലേക്ക് ഇടാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. എങ്ങനെയുണ്ട്? കാണാൻ നല്ല ചേലില്ലേ? അപ്പം ലഞ്ച് കണ്ട് ചേട്ടനും ഹാപ്പി ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ നമ്മളുടെ എല്ലാ പണികളും കഴിഞ്ഞു. ചോറായിട്ടുണ്ട്. ഇറ്റ്സ് 1 o'clock. സോ ഞാൻ ചേട്ടൻ വരാണ്ട് കഴിക്കാറില്ല. അപ്പോൾ ഒരുമിച്ചിരുന്ന് കഴിക്കണതാണ് എനിക്കിഷ്ടം. എനിക്ക് ചെറുതായിട്ട് വിശക്കണേ കൊണ്ട് ഞാൻ ഇച്ചിരി ഐസ്ക്രീം കഴിക്കാമെന്ന് വിചാരിച്ചു. ഒരു പൂതി. ചോക്ലേറ്റ് ആണ്. ലഞ്ചിന് മുമ്പ് സ്വീറ്റ്സ് കഴിക്കണത് തീരെ നല്ലതല്ല. പക്ഷേ ചില സമയത്ത് ഇങ്ങനത്തെ ഓരോ ഇഷ്ടങ്ങളാണ്. അപ്പം ഞാൻ കഴിച്ചു. അപ്പോൾ ചേട്ടൻ വരാൻ ടൈമായി. യെസ്, നല്ല വിട്ട് നിൽക്കണ ചോറ്, ചേട്ടന് ഇഷ്ടമുള്ള പോലെ. പിന്നെ പ്രോട്ടീന് വേണ്ടി ഇച്ചിരി പയറ്. ഇന്ന് ഭയങ്കര സിമ്പിൾ ലഞ്ചാണ്. യെസ്, ബിക്കോസ് ഇന്ന് ചിക്കൻ ഒന്നും ഉണ്ടായില്ലല്ലോ. വെള്ളിയാഴ്ച ഏതുകൊണ്ടായിരിക്കും? ഇനി ഒരു സാധാരണക്കാരന് എന്താ വേണ്ടത്? അയില വറുത്തത്. സാധാരണക്കാരനൊരു മീന് വേണമല്ലോ. പക്ഷെ എന്റെ ചേട്ടന് ഇത്രയും പണി എടുക്കണേ കൊണ്ട് എന്റെ ചേട്ടന് 2 മീൻ പോരല്ലോ. 2 വലിയ അയിലേ. ലക്ഷറി ആണല്ലോ. ഈ സവള വറുത്തത് മുകളിലിടുന്ന ഇഷ്ടമാണെന്ന് പറഞ്ഞ കാരണം ബാബ അതും സെറ്റാക്കി. അടിപൊളി. സൂപ്പർ കൂടി ഇട്ട് തരട്ടെ. എങ്ങനെയുണ്ട് ചേട്ടാ ലഞ്ച്? അടിപൊളി. നല്ല സൂപ്പർ എരിവുള്ള മസാല ഇട്ടായില്ല.
ടേസ്റ്ററായിട്ട് കിട്ടി. ഇതിൻ്റെ അവസാനത്തെ ബിറ്റ് ഓഫ് മസാല വരെ നമ്മൾ എൻജോയ് ചെയ്യണം. അപ്പോൾ ചേട്ടന് ഇഷ്ടമായി എന്നാ പറഞ്ഞത്. അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് പിന്നെയും കാണാം. ബായ്.